കേസിൽ അറസ്റ്റിലായ കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയേൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ പ്രകാശ്, അലൻ സാമുവൽ എന്നിവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് ഇഡിക്ക് കിട്ടിയത്. ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരൻ സിംഗപ്പൂർ സ്വദേശിയായ മുസ്തഫ കമാലാണെന്ന് വ്യക്തമായി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും തട്ടുന്ന കോടികൾ മുംബൈയിലെ നിയോം എന്റർപ്രൈസസ് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നത്. അവിടെ നിന്നും സിംഗപ്പൂരിലെ ഷെൽ കമ്പനികളിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനെ ചുക്കാൻ പിടിച്ചയാളാണ് മുസ്തഫ. ഇതോടൊപ്പം എറണാകുളത്തെ PNB ബ്രാഞ്ചിൽ റാഫേൽ ജെയിംസ് റൊസാരിയോ എന്നയാളുടെ പേരുള്ള അക്കൗണ്ട് വഴിയാണ് പണം മറഞ്ഞിരിക്കുന്നതെന്നും ED റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ നിലവിൽ അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശികൾ തട്ടിപ്പിനെ സഹായിച്ചവരും ഏജന്റുമാരുമാണ്. തട്ടിപ്പിൽ പങ്കാളികളായ കേരളത്തിലുള്ളവരെയും വിദേശ കണ്ണികളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഇറക്കുമതിക്ക് പ്രതിഫലമെന്നോണമാണ് പണം വിദേശത്തേക്ക് കടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ അത്തരമൊരു ഇറക്കുമതി ഉണ്ടായിട്ടേയില്ലെന്നാണ് ED പറയുന്നത്. ചൈനീസ് വായ്പാ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ഉപഭോക്താവിൻ്റെ ചിത്രമടക്കം എല്ലാ രേഖകളും വായ്പാ കമ്പനികൾ കൈക്കലാക്കും. തുടർന്നാണ് ഭീഷണികൾ. വായ്പാ കമ്പനികൾ കേരളത്തിലെയടക്കം വിവിധ ബാങ്കുകളിൽ വ്യാജ പേരുകളിലും മറ്റും അക്കൗണ്ട് തുടങ്ങി. ആപ്പുകളിലൂടെ ലഭിക്കുന്ന പണം ഇവിടെ നിക്ഷേപിക്കുകയായിരുന്നു. ഇത്തരം വായ്പാ കമ്പനികൾ നൂറുകണക്കിന് കടലാസ് കമ്പനികളും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി ED അന്വേഷണത്തിൽ ബോധ്യമായി. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത 10 FIRകളുടെ ചുവടുപിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പിന്റെ പിന്നാമ്പുറവും രാജ്യാന്തര ബന്ധവും വെളിവാകുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.